ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ചെറിയൊരു യാത്രയിലാണ്. എവിടെയാണെന്നൊക്കെ ഞാൻ പിന്നെ പറയാം. ഇപ്പം നമ്മൾ സ്വാതി ഡെലിക്കസി എന്ന് പറയുന്ന ഒരു വെജ് റെസ്റ്റോറൻറ്റിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടാണ് ഉള്ളത്. നമ്മൾ ഏർലി മോർണിംഗ് നമ്മളെ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലോണം വിശക്കുന്നുണ്ടായിന്. നല്ല ക്രൗഡഡും ആയിരുന്നു ആ ഒരു റെസ്റ്റോറൻറ്റ്. അതുകൊണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു സീറ്റൊക്കെ കിട്ടിയത്. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ഇഡ്ഡലി വട ഡിപ്പും അതുപോലെ തന്നെ മസാല ദോശയായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തത്. നമ്മൾ രണ്ടാളും ഏത് ഹോട്ടലിൽ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയാലും ഈ രണ്ട് സാധനങ്ങൾ വാങ്ങും. എന്നിട്ട് രണ്ടുപേരും ഹാഫ് കഴിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. നമ്മൾ രണ്ടാളെയും ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഈ ഇഡ്ഡലി വട ഡിപ്പും അതുപോലെ തന്നെ ഈ ഒരു മസാല ദോശ എന്ന് പറയുന്നതും. പ്രത്യേകിച്ച് ബാംഗ്ലൂരിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്തോ അന്നത്തെ ഫുഡിൻ്റെ പ്രശ്നമാണോ എന്നൊന്നും അറിയില്ല. അവിടെ യൂഷ്വലി നല്ല റിവ്യൂ കണ്ടിട്ടാണ് നമ്മൾ കയറിയത്. പക്ഷെ എനിക്ക് കിട്ടിയ ദോശ അത്യാവശ്യം കരിഞ്ഞ് അങ്ങനെ ഭയങ്കര ഇഷ്ടമായിട്ടൊന്നുമില്ല അവിടുത്തെ ഫുഡ്. എന്നാൽ നമ്മൾ വിശക്കുന്നതുകൊണ്ട് കഴിച്ച് വീണ്ടും നമ്മളെ യാത്ര നമ്മൾ മുന്നോട്ട് പോവാണ്. പോകുന്ന വഴിക്ക് അത്യാവശ്യം നല്ല ഇങ്ങനെ ഗ്രാമങ്ങളിലൂടെയുള്ള യാത്രയ്ക്കായിരുന്നു. കുറച്ച് നേരം ഹൈവേ കഴിഞ്ഞ് പിന്നെ ഇങ്ങനത്തെ ഒരു കുഞ്ഞു റോഡിലേക്ക് കയറാൻ തുടങ്ങി. പിന്നെ മൊത്തം ഇങ്ങനെ ഗ്രാമവും വിൻഡുമില്ലൊക്കെ കണ്ട് നല്ല രസമുള്ള യാത്രയായിരുന്നു മൊത്തത്തിൽ. അതായത് ഫുൾ ജേണി. ഈ ഒരു യാത്ര മാത്രമല്ല, ഇങ്ങനെ കുറേ കൃഷിയൊക്കെ ചെയ്യുന്നതൊക്കെ കണ്ട് നമ്മളിങ്ങനെ ആസ്വദിച്ച് പോകുമായിരുന്നു. പോകുന്ന വഴിക്ക് ഒരുപാട് ഇങ്ങനെ ബ്യൂട്ടിഫുൾ സ്പോട്ട്സും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഒരു സ്ഥലത്ത് നിർത്തി. കാരണം ഇങ്ങനെ നല്ലൊരു പുഴയും അതുപോലെ തന്നെ പശുവിനെ കുളിപ്പിക്കുന്നതും പിന്നെ അത് മാത്രമല്ല അതിൻ്റെ മുകളിൽ ഇങ്ങനെ വിൻഡ് മിൽസൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. കുറേ ആൾക്കാർ അവിടെ വണ്ടി നിർത്തിയിട്ട് ഇങ്ങനെ ആ ഒരു വ്യൂ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും നമ്മളെ യാത്ര കണ്ടിന്യൂ ചെയ്തു. നമ്മൾ ഇപ്പം നേരെ എത്തിയിരിക്കുന്നത് ഹലബീഡു എന്ന് പറയുന്ന സ്ഥലത്ത് വരുന്ന ആൻഷ്യൻ ഹൊയ്സാലേശ്വര ടെമ്പിളിലാണ്. ഒരുപാട് നല്ല കാർവിങ്സും ഉണ്ട്. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടെമ്പിളാണ് ഈ ഹൊയ്സാല ടെമ്പിൾ എന്ന് പറയുന്നത്. ഹൊയ്സാല ഡൈനാസ്റ്റിൻ്റെ സമയത്ത് കിങ് വിഷ്ണുവർദ്ധൻ 12th സെഞ്ച്വറിയിൽ ബിൽഡ് ചെയ്ത ടെമ്പിളാണ് ഇത്. ആൻഡ് ഇറ്റ് ഈസ് ഡെഡിക്കേറ്റഡ് ടു ലോർഡ് ശിവ. പിന്നെ അത് കൂടാതെ 2023 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു സ്ഥലവും കൂടിയാണ്. ഇതിൽ 2 ബിഗ് ബുൾസ് ഇങ്ങനെ നന്ദീൻ്റെ സ്കൾപ്ചേഴ്സും ഉണ്ട്. അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കുറച്ചധികം ടൈം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ അമ്പലങ്ങളും അതുപോലെ തന്നെ കാർവിങ്സും അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ എന്തായാലും ഈ ടെമ്പിൾ മിസ് ചെയ്യാൻ പാടില്ല. ഈ അമ്പലത്തിൽ കയറാൻ വേണ്ടി അങ്ങനെ എൻട്രി ഫീ ഒന്നുമില്ല. പാർക്കിങ്ങിന് എന്തോ 30 റുപ്പീസോ അങ്ങനെ എന്തോ ചാർജിങ് മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല ഈ ഒരു അമ്പലത്തിന് ചുറ്റും നല്ല ഗാർഡനൊക്കെ ആക്കി നല്ല മെയിൻറ്റെയിൻ ചെയ്തൊരു ടെമ്പിളാണ്. കൂടാതെ നിങ്ങൾക്ക് ഈ അമ്പലത്തിനെ പറ്റിയും കാർവിങ്സിനെ പറ്റിയൊക്കെ കൂടുതൽ അറിയണമെങ്കിൽ ഗൈഡ്സും അവൈലബിൾ ആണ്. അമ്പലം നല്ല അമ്പലം, പഴയ ഒരു അമ്പലം. യുനെസ്കോ ഹെറിറ്റേജ് ഹംപി ടൈപ്പ് നല്ല രസമുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ എല്ലാവരും സുഖമായിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനും സുഖമായി തന്നെ ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ ചെറിയൊരു ട്രാവലിലാണ്. അപ്പൊ നമ്മൾ പോകുന്നത് മൂകാംബികയിലേക്കാണ്. അപ്പൊ കുറച്ച് നാൾക്ക് ശേഷം നമ്മളൊരു ട്രാവൽ വീഡിയോ ചെയ്യുന്നത്. ഇപ്രാവശ്യത്തെ ട്രാവൽ ഭയങ്കര സ്പെഷ്യൽ ആണ്. കാരണം നമ്മൾ രണ്ടുപേരും കല്യാണം കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടാണ് മൂകാംബികയിലേക്ക് പോകുന്നത്. ഞാനും അങ്ങനെ ഒരുപാട് പ്രാവശ്യം പോയിട്ടൊന്നുമില്ല. അതുകൊണ്ട് കുറെ നാൾ ആഗ്രഹിച്ചിട്ടാണ് ഇപ്രാവശ്യം നമ്മൾ പോകുന്നത്. അപ്പൊ പോകുമ്പോൾ നമുക്ക് ബാംഗ്ലൂരിൽ നിന്ന് മൂകാംബികയിലേക്ക് ഏകദേശം ഒരു 10 മണിക്കൂറിന്റെ അടുത്ത് ട്രാവൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ദിവസം സ്റ്റേ ചെയ്ത് കുറച്ച് റിലാക്സ് ചെയ്തിട്ട് പോവാന്ന് വിചാരിച്ചു. കാരണം ഒറ്റയടിക്ക് 10 മണിക്കൂർ ട്രാവൽ ചെയ്യുമ്പോൾ കുറച്ച് ടയേർഡ് ആവും തോന്നി. പിന്നെ നേരെ മൂകാംബികയിലേക്ക് പോകാണ്ട് നമ്മൾ ചിക്മംഗ്ലൂർ ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് പോവാന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഒരുപാട് സൈറ്റ് സീയിങ് ഒന്നുമില്ല. പക്ഷെ നമ്മൾ വരുന്ന സമയം ഇങ്ങനെ ഇവിടെ ഒരു ടെമ്പിൾ ഉണ്ട് എന്ന് കണ്ടു. അപ്പം ജസ്റ്റ് ഒന്ന് കയറിയതാണ്. നമ്മളിപ്പോൾ ഉള്ളത് ആൻഷ്യൻ ഹൊയ്സാലേശ്വര ടെമ്പിൾ എന്ന് പറഞ്ഞൊരു ടെമ്പിളിലാണ്. അതാണ് എന്റെ ബാക്കിൽ കാണാനുള്ളത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടെമ്പിളാണ്. കുറേ കാലം പഴക്കമുള്ള ഒരു ടെമ്പിളാണെന്ന് ഇവിടെ വരുമ്പോൾ മനസ്സിലാവും. പിന്നെ നല്ല മെയിൻറ്റെയിൻഡ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ഗാർഡനും ഉണ്ട്. അതുകൂടാതെ മറ്റേ സൈഡിലാണെങ്കിൽ ഒരു ലേക്കോ ഡാമോ എന്തോ ഉണ്ട് അവിടെ.
നമ്മൾ വരുന്ന വഴിക്ക് നമ്മൾ റോഡിൽ വരുന്ന സമയം ഈ വലിയൊരു ലേക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല ഒരു ആംബിയൻസും നല്ല കാറ്റും നല്ലൊരു സ്ഥലമാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ചിക്മംഗ്ലൂരേക്കോ അങ്ങനെ എന്തെങ്കിലും ട്രിപ്പ് വരുന്നുണ്ടെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാണ്ട് എന്തായാലും ഈ ഒരു ടെമ്പിൾ വിസിറ്റ് ചെയ്യണം. നമ്മളിപ്പോ ടെമ്പിളെല്ലാം കണ്ടിങ്ങനെ പുറത്ത് ഇങ്ങനെ റിലാക്സ് ചെയ്യുന്നു. ഇനി നമ്മൾ നേരെ പോകുന്നത് വേലൂർ എന്തായിരുന്നു അമ്പലത്തിന്റെ പേര്? അതാണ് പറഞ്ഞോ, അത് കുഴപ്പമില്ല, അറിയില്ല. ചന്നകേശവ അങ്ങനെ എന്തോ ഒരു ടെമ്പിളിലാണ്. അപ്പൊ ആടെ എത്തിയിട്ട് ഞാൻ ആടെ വീഡിയോയിൽ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഞാൻ ആ വീഡിയോസ് എല്ലാം പറ്റുമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പം എന്റെ ഈ മൂകാംബികയിലേക്കുള്ള ട്രിപ്പിലേക്ക് ഞാൻ നിങ്ങളെയും കൂടെ കൂട്ടുന്നത്. അതെ, പറഞ്ഞ പോലെ തന്നെ നമ്മൾ നേരെ പോയത് ബേലൂരിലെ ചെന്നകേശവ ടെമ്പിളിലേക്കാണ്. അമ്പലത്തിന് പുറത്ത് ഇതുപോലെ ഒരുപാട് ഐഡൽസ് ഒക്കെ അവർ വിൽക്കാൻ വരുന്നുണ്ട്. അത് അവർ നമ്മൾ അടുത്ത് വന്നിട്ട് വേണോ എന്നൊക്കെ ചോദിക്കും. പിന്നെ നല്ല ക്ലീൻ ആയിട്ടുള്ള രണ്ട് അമ്പലത്തിൻ്റെ മെയിൻ കാര്യമായിട്ട് എനിക്ക് തോന്നിയ അത്യാവശ്യം നല്ല ക്ലീൻ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു അമ്പലമായിട്ട് തോന്നി. അങ്ങനെ അമ്പലത്തിൻ്റെ പുറത്തുനിന്ന് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗി ഉണ്ടായിട്ടുണ്ടായിരുന്നു. മറ്റേ പുറത്തുനിന്ന് കാണുമ്പോൾ ഞാൻ വിചാരിച്ചു മറ്റേ അമ്പലത്തിൽ നിന്ന് ഡിഫറെൻ്റ് ആണെന്ന്. പക്ഷെ അകത്ത് കയറിയപ്പോൾ ഓൾമോസ്റ്റ് അതേപോലത്തെ ആർക്കിടെക്ചറിൽ വരുന്ന ഒരു അമ്പലം കൂടിയാണ്. പുറത്ത് ഇതുപോലത്തെ വലിയൊരു തേരും കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അകത്തേക്ക് പോകുമ്പം തന്നെ കയറുന്ന സൈഡിൽ ഇങ്ങനെ ആ അമ്പലത്തിനെ പറ്റിയിട്ട് കുറച്ച് അത്യാവശ്യം കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിവിടെ ആദ്യമായിട്ടാണ് പോകുന്നതെങ്കിലും കണ്ണൻ ഇതിനു മുന്നേ ഇവിടെ വന്നിട്ടുണ്ട്. കാരണം ഇൻഫോസിസ് മൈസൂരിൽ ട്രെയിനിങ് നടക്കുന്ന സമയത്ത് കണ്ണൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഈ അമ്പലത്തിലും ചിക്മംഗ്ലൂരൊക്കെ കറങ്ങാൻ വന്നിട്ടുണ്ട് എന്നുള്ള കഥകൾ ഇങ്ങനെ പറയായിരുന്നു. ചിക്മംഗ്ലൂർ നമ്മൾ സ്റ്റേ ചെയ്യുന്നുണ്ടെങ്കിലും നമുക്കങ്ങനെ തിരക്ക് പിടിച്ച് ഒരുപാട് സ്ഥലങ്ങളിലൊന്നും കാണാൻ പോകണമെന്നുണ്ടായിട്ടില്ല. നമുക്കിനി ആ മൂകാംബികയിലേക്കുള്ള യാത്ര കുറച്ചും കൂടി അധികം ഭയങ്കര എക്സ്ഹോസ്റ്റഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്റ്റേ വേണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ചിക്മംഗ്ലൂർ ചൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അമ്പലത്തിലൊക്കെ നമ്മൾ അത്യാവശ്യം സമയം സ്പെൻഡ് ചെയ്ത് എല്ലാം കണ്ട് അവിടെ കുറച്ച് നേരം ഇരുന്ന് അങ്ങനെയൊക്കെ നമ്മൾ ആക്ച്വലി ഭയങ്കര ആ മൊമെൻറ്റ്സ് എൻജോയ് ചെയ്തിട്ടായിരുന്നു അവിടെ നിന്ന് വന്നത്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് അമ്പലത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചു. ഞാൻ ഇരിക്കാൻ വരുമ്പോഴേക്കും ഓൾറെഡി കണ്ണൻ സീറ്റൊക്കെ പിടിച്ച് ഇങ്ങനെ മുന്നത്ത് ഓർമ്മകൾ അയവിറക്കുകയായിരുന്നു. അങ്ങനെ ഫ്രണ്ടിനൊക്കെ വിളിച്ച് അമ്പലമൊക്കെ കാണിച്ചു കൊടുത്തു. പിന്നെ അമ്പലത്തിലൊരു ചെറിയൊരു കുളം ആ അമ്പലത്തിൻ്റെ അകത്ത് തന്നെ വരുന്നുണ്ട്. അതിൽ എത്ര ആമാന്നറിയാം, കുറേ ആമകൾ ഉണ്ടായിരുന്നു. അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. നല്ല പച്ച കളർ വെള്ളവും കുറേ ആമകളും. അങ്ങനെ അമ്പലമൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ചിക്മംഗ്ലൂരിലേക്ക് പോവാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഈ മൊത്തം യാത്ര നിറച്ചും റോഡ് ട്രിപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇങ്ങനെ കുഞ്ഞി നമ്മൾ ഈ ചിക്മംഗ്ലൂർ എത്തുന്നത് വരെ ഇങ്ങനെ കുഞ്ഞി ഗ്രാമങ്ങളും ഫുൾ പച്ചപ്പ്, ഫുൾ കൃഷി അങ്ങനെയൊക്കെ ആയിട്ട് കാണാൻ വേണ്ടി നല്ല രസം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചിക്മംഗ്ലൂർ എത്തുമ്പോഴേക്കും ഏകദേശം ഒരു 1:30 സമയമായിട്ടുണ്ടായിരുന്നു. നല്ലോണം വിശക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ നേരെ പോയത് കൈലാഷ് പർബത്ത് എന്ന് പറയുന്ന ഒരു നോർത്ത് ഇന്ത്യൻ ടൈപ്പ് ഓഫ് റെസ്റ്റോറൻറ്റിലേക്കാണ്. അവർക്ക് ഒരുപാട് ഔട്ട്ലെറ്റ്സ് പല രാജ്യങ്ങളിലുണ്ടെങ്കിലും നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടുന്ന് ട്രൈ ചെയ്യുന്നത്. കാരണം നമ്മൾ ഗോവയിൽ പോയ സമയം കൈലാഷ് പർബത്ത് ഗോവയിൽ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തോ നമ്മൾ ആ സ്ഥലത്ത് പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ അത്യാവശ്യം നല്ല റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള റെസ്റ്റോറൻ്റ് ആയിരുന്നു ഈ ഒരു കൈലാഷ് പർബത്ത് എന്ന് പറയുന്ന ഈ റെസ്റ്റോറൻറ്റ്. അകത്ത് അത്യാവശ്യം നല്ല ഇരിക്കാൻ അത്യാവശ്യം സ്ഥലമുണ്ട്. നല്ല ഈസ്തെറ്റിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത്യാവശ്യം വിശന്നിരിക്കുന്ന ഞങ്ങളെയാണ് നിങ്ങൾ ഈ കാണുന്നത്. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തത് നല്ലൊരു മാംഗോ ലസ്സിയും ഒരു മസാല പാപ്പഡും ആയിരുന്നു. പക്ഷെ ലസ്സി ഭയങ്കര അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞൊരു നാനും അതുപോലെ തന്നെ പനീർ ലബാബ്ദാറിൻ്റെ കറിയായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാം അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിരുന്നു. നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും ആ ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവേഴ്സ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി പോയി. ഉച്ചയ്ക്കായിരുന്നു ചെക്ക് ഇൻ ടൈം വന്നത്. അപ്പൊ നമ്മൾ ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. എന്നിട്ട് ചെറിയൊരു 1 മണിക്കൂറിന്റെ റെസ്റ്റ് എടുത്തതിന് ശേഷം ഇപ്പൊ വൈകുന്നേരം ഏകദേശം സമയം 4:30 കഴിഞ്ഞു, 4:40. അപ്പൊ നമ്മൾ നേരെ ഹീറെ കൊലാല ലേക്കിലേക്ക് പോവുകയാണ്. ചെറിയൊരു സൺസെറ്റ് ഒക്കെ കണ്ടിട്ട് തിരിച്ചു വരുക, എവിടെന്നെങ്കിലും ഡിന്നറും കഴിച്ചിട്ട്. അത് മാത്രമാണ് ഇനിയില്ല പ്ലാൻ. അപ്പൊ നമുക്ക് ലേക്കിലേക്ക് പോവാം, അല്ലേ കണ്ണ? Let's go, guys. പോകുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴയൊക്കെ പാറുന്നുണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കര മഴയൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷെ നല്ല രസമായിരുന്നു ആ ഒരു ക്ലൈമറ്റൊക്കെ. പോകുന്ന വഴി 2 സൈഡിലും ഇങ്ങനെ കാപ്പിത്തോട്ടൊക്കെ ആയിട്ടാണെങ്കിലും റോഡ് ഭയങ്കര മോശമായിരുന്നു. അങ്ങനെ നമ്മൾ ഹീറെ കൊലാല ലേക്കിലെത്തി. ഭയങ്കര എക്സ്പെക്റ്റേഷൻ, ഫോട്ടോ ഒക്കെ കണ്ടപ്പോൾ ഭയങ്കര വലുതായിട്ട് തോന്നി. പക്ഷെ അവിടെ എത്തിയപ്പോൾ അങ്ങനെ ഭയങ്കര അടിപൊളിയായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഇത് നമുക്ക് ChatGPT സജസ്റ്റ് ചെയ്ത സ്ഥലമാണ് കേട്ടോ. ഞങ്ങൾക്ക് 2 പേർക്കും ഓക്കെ ആയിട്ട് തോന്നി. അങ്ങനെ എൻട്രി ഫീയോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ ആ
റോഡൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോൾ അതിന് മാത്രം വേർത്താണെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല, ഒരു സൺസെറ്റൊക്കെ കണ്ട് അങ്ങ് പോവാം. പക്ഷെ നമ്മൾ പോയ സമയം കുറച്ച് ക്ലൗഡി, ഞാൻ പറയില്ലേ മഴയൊക്കെ ആയതുകൊണ്ട് അങ്ങനെ സൺസെറ്റ് ഒന്നും കണ്ടില്ല. പക്ഷെ നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നേരെ വീണ്ടും കൈലാഷ് പർവ്വതത്തിൽ പോയിട്ട് കുറച്ച് ചാട്ട്സ് ഒക്കെ ട്രൈ ചെയ്തു. അതായിരുന്നു നമ്മൾ ഡിന്നറായിട്ട് കഴിച്ചത്. അങ്ങനെയാണ് ആ ദിവസം നമ്മൾ എൻഡ് ചെയ്തത്. പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. കാരണം നമുക്ക് നേരെ ഇനി മൂകാംബികയിലേക്ക് പോകാനുണ്ട്. അത്യാവശ്യം മണിക്കൂർ, അതായത് ഒരു 4.5 മണിക്കൂർ നമുക്ക് ഇനിയും ട്രാവൽ ഉണ്ട് മൂകാംബികയിലേക്ക്. അതുകൊണ്ട് നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്തു. പോകുന്ന വഴി നല്ല രസമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ മൊത്തം ട്രാവൽ നല്ല ഭംഗിയുണ്ടായിരുന്നു. മൊത്തം കാപ്പിത്തോട്ടം അങ്ങനെയൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള വഴിയിലേക്കൂടെ ആയിരുന്നു പോകേണ്ടി വന്നത്. കുറച്ച് സ്ഥലം ഒന്ന് റോഡ് അത്ര നല്ല റോഡായിരുന്നില്ല. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ മൂകാംബിക എത്തുന്നത് വരെയും തിരിച്ച് നമ്മൾ മൂകാംബികയിൽ നിന്ന് ബാംഗ്ലൂർ എത്തുന്ന വരെയും നല്ല റോഡും നല്ല സീനിക് ബ്യൂട്ടി ആയിരുന്നു റോഡ്സിൽ മൊത്തം ഉണ്ടായിരുന്നത്. അങ്ങനെ നല്ല വ്യൂ ഒക്കെ കണ്ട് നമ്മൾ രണ്ടുപേരും ഇങ്ങനെ എൻജോയ് ചെയ്ത് പോകുന്നതിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ 1-2 സ്ഥലത്ത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം 4 മണിക്കൂർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നല്ല സീനിക് ബ്യൂട്ടി കാണുന്ന സമയം നമുക്ക് ഇടയ്ക്ക് നിർത്താൻ തോന്നില്ല. അങ്ങനെ നിർത്തി വെള്ളവും അതുപോലെ തന്നെ നമ്മൾ കുറച്ച് സ്നാക്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് ഒന്ന് റീഫ്രഷ്ഡ് ആയിട്ട് വീണ്ടും നമ്മൾ ട്രിപ്പ് റീസ്റ്റാർട്ട് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ യൂഷ്വലി ട്രാവൽ ചെയ്യാറുള്ളത്. ചിക്മംഗ്ലൂരിൽ നിന്ന് മൂകാംബികയിലേക്ക് നമ്മൾ ചൂസ് ചെയ്ത വേ എന്ന് പറയുന്നത് ശൃംഗേരി വഴി അഗുംബെ ഘാട്സ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള വഴിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല കാടിൻ്റെ ഉള്ളിൽ കൂടി നല്ല കോടയൊക്കെ ഇറങ്ങി കുറച്ചിങ്ങനെ വളവും തിരിഞ്ഞുമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ മൂകാംബികയിലേക്ക് എത്തിയത്. അപ്പോൾ ഈ ഒരു എൻട്രൻസ് കാണുമ്പോൾ ഭയങ്കര മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം, എന്തോ ഒരു ഫീലിംഗ് ആണ് വന്നത്. അതുകൊണ്ട് നമ്മൾ നിർത്തി വീഡിയോസൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം നേരെ പോയത് ഉച്ചക്കത്തെ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് മൂകാംബികയിൽ തന്നെ വരുന്ന ഹോട്ടൽ മഹാലക്ഷ്മി വെജ് റെസ്റ്റോറൻറ്റിലേക്കാണ്. അങ്ങനെ നല്ലൊരു ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഹോട്ടലിൽ പോയി. ഹലോ ഗൈസ്, അപ്പം നമ്മൾ മൂകാംബികയിൽ എത്തി. ഉച്ചക്ക് നമ്മൾ എത്തി. അതിനുശേഷം നമ്മൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്ത് ഇവിടുന്ന് ഒരു വെജ് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നല്ലൊരു മീൽസും കഴിച്ച് വന്ന് സുഖമായിട്ട് ഉറങ്ങി. കാരണം ഇത്രയും ട്രാവൽ ചെയ്തതിൻ്റെ അത്യാവശ്യം നല്ല ക്ഷീണം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ വന്ന് കുറച്ച് നേരം കിടന്നുറങ്ങി. ഏകദേശം ഒരു 2 മണിക്കൂറോളം കിടന്നുറങ്ങി. ഇപ്പൊ കുളിച്ച് റെഡി ആയിട്ട് അമ്പലത്തിലേക്ക് തൊഴാൻ വേണ്ടി പോയിന്ന്. അപ്പൊ നമുക്ക് മൂകാംബികയിൽ പോയി തൊഴുത് വരാം. ദേ നമ്മളെ ബാക്കിൽ കാണുന്ന ഈ ഒരു ഹോട്ടലിലാണ് നമ്മൾ ആക്ച്വലി സ്റ്റേ ചെയ്തിട്ടുണ്ടായത്. ജ്യോതിസ് റെസിഡൻസി എന്ന് പറയുന്ന ഹോട്ടലിലാണ്. അവിടെ നിന്ന് നടന്ന് വരാനുള്ള ദൂരം മാത്രമേ അമ്പലത്തിലേക്കുള്ളൂ. അമ്പലത്തിൽ എന്തോ മഴയൊക്കെ ആയതുകൊണ്ടാണെന്നൊന്നും അറിയില്ല, അധികം തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അമ്പലം ആക്ച്വലി 5 മണിക്ക് ഓപ്പൺ ചെയ്തിട്ട് രാത്രി 9 മണി വരെ ഉണ്ട്. അതിനിടയിൽ 1:30 തൊട്ട് 3 മണി വരെ ക്ലോസ്ഡ് ആയിരിക്കും. അങ്ങനെ നമ്മൾ നേരെ അമ്പലത്തിലെത്തിയപ്പോൾ അധികം തിരക്കൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം ഉള്ളിൽ കയറി അമ്മേനെ കണ്ട് അത്യാവശ്യം നല്ല സമാധാനത്തിൽ തൊഴാൻ പറ്റി. ഭയങ്കര സന്തോഷവും സംതൃപ്തിയും ഒക്കെ തോന്നി. അങ്ങനെ നമ്മൾ അവിടെ നിൽക്കുമ്പോഴാണ് നമ്മളെ പഴയ സിനിമ നടിയായിട്ടുള്ള ദിവ്യ ഉണ്ണിയും അവരുടെ അനിയത്തിൻ്റെയും എന്തോ ഡാൻസ് പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ടുകഴിഞ്ഞതിന് ശേഷം അമ്പലത്തിലെ പ്രസാദമൊക്കെ വാങ്ങി. അങ്ങനെ ഭയങ്കര പീസ്ഫുൾ ആയിട്ട് തോന്നി. കാരണം ഈ പറയുന്ന പോലെ കുറേ നാൾ ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ അമ്പലത്തിൽ എത്തുന്നത്. അമ്പലത്തിൽ അധികം തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ സമാധാനത്തിൽ അമ്മേനെ തൊഴാനും പറ്റി. അങ്ങനെ ഭയങ്കര നല്ലൊരു ഗുഡ് ഫീലിംഗിൽ നമ്മൾ രണ്ടുപേരും അവിടെ ഇരിക്കുകയായിരുന്നു. മൂകാംബികയിൽ ആക്ച്വലി നമ്മൾ മാത്രം വിചാരിച്ചാൽ എത്താൻ പറ്റുന്ന ഒരു സ്ഥലമല്ല. അവിടുത്തെ അമ്മയും കൂടി നമ്മൾ അവിടെ എത്തണം എന്ന് ആഗ്രഹിച്ചാലേ നമുക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ എന്നാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെ നമ്മൾ അവിടെ ഏകദേശം ഒരു 2.5 മണിക്കൂറോളം ഇരുന്നിട്ടുണ്ട്. അവിടുന്ന് വരാനേ തോന്നുന്നുണ്ടായിട്ടില്ല. അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ ഇരുന്നു. പിന്നെ നമ്മൾ നേരെ പോയത് അന്നദാനത്തിൻ്റെ ഹാളിലേക്കാണ്. എന്തായാലും അമ്പലത്തിൽ വന്നിട്ട് ഒരു നേരം എനിക്ക് അമ്പലത്തിൽ നിന്ന് കഴിക്കണം എന്നുണ്ടായിരുന്നു. നല്ല ഭക്ഷണമായിരുന്നു. കുറേ നാൾക്ക് ശേഷം അമ്പലത്തിൽ നിന്ന് പിന്നെ എന്ത് കിട്ടിയാലും ഭയങ്കര ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുക. അങ്ങനെ നമ്മൾ തിരിച്ച് ഹോട്ടലിലൊക്കെ പോയി. പിറ്റേ ദിവസം രാവിലെ തന്നെ ഏകദേശം ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ കുളിച്ച് അമ്പലത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അധികം തിരക്കേ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സമാധാനത്തിൽ ദേവീനെ കണ്ട് തൊഴാൻ പറ്റി. ഞാൻ ഫോണൊന്നും അമ്പലത്തിലേക്ക് എടുത്തിട്ടുണ്ടായില്ല. അങ്ങനെ നല്ലൊരു ദർശനമൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ബാംഗ്ലൂരേക്ക് പോവാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് നല്ലൊരു സീനിക് വ്യൂ കണ്ടപ്പോൾ നിർത്തി ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് റിലാക്സ് ചെയ്തിട്ടാണ് നമ്മൾ എത്തിയത്. കാരണം 10 മണിക്കൂർ ഡ്രൈവ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം. ബൈ.